ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. JLA എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. JLA എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ എക്സാം ക്രാക്ക് ചെയ്ത് ജോലി കിട്ടിയ ഒരാളാണ് ഞാൻ. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മറ്റ് PSCകളെ അപേക്ഷിച്ച് കുറച്ചുകൂടെ എളുപ്പം ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് JLA. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ GK, മാത്സ്, ഇംഗ്ലീഷ് അങ്ങനെയൊന്നും അതിൽ നിന്നൊന്നും ക്വസ്റ്റ്യൻസ് ഇല്ല. ഇതിൽ 50 ക്വസ്റ്റ്യൻ MLTന്നും 20 ബയോളജി, 10 ഫിസിക്സ്, 10 കെമിസ്ട്രി, ഇങ്ങനെയാണ് ഇതിൻ്റെ സിലബസ് വരുന്നത്. സോ നമുക്ക് MLT പഠിച്ചു കഴിഞ്ഞാൽ തന്നെ 50 ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ പൊതുവേ ഈ ഒരു MLT ഒക്കെ പഠിക്കുന്നവർക്കും ഒക്കെ ഫിസിക്സ് ഒക്കെ ആയിരിക്കും കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ MLTയും ബയോളജിയും ഫോക്കസ് ചെയ്താൽ തന്നെ 70 ക്വസ്റ്റ്യൻസ് കിട്ടും. അതിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആക്കിയാൽ തന്നെ റാങ്ക് ലിസ്റ്റിൽ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ കുറച്ച് ബാക്കിയുള്ള ടൈമിൽ പഠിക്കുക. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഇതിലൂടെ ജോലി കിട്ടും. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആസിഡ് പ്രസൻറ്റ് ഇൻ ക്രോമിക് ആസിഡ് സൊല്യൂഷൻ ഈസ്. ക്രോമിക് ആസിഡ് സൊല്യൂഷനിലുള്ള ആസിഡ് ഏതാണ്? ഫോസ്ഫോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ സൾഫ്യൂരിക് ആസിഡ് ആണ്. കാരണം ക്രോമിക് ആസിഡ് എന്ന് പറയുന്നത് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് അല്ലെങ്കിൽ സോഡിയം ഡൈക്രോമേറ്റ്, പൊട്ടാസ്യം ഓർ സോഡിയം ഡൈക്രോമേറ്റ് സൾഫ്യൂരിക് ആസിഡിൽ ഡിസോൾവ് ചെയ്തിട്ടാണ് ക്രോമിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ക്രോമിക് ആസിഡിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നത് സോഡിയം ഓർ പൊട്ടാസ്യം ഡൈക്രോമേറ്റിനെ സൾഫ്യൂരിക് ആസിഡിൽ ഡിസോൾവ് ചെയ്തിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള ആസിഡ് കണ്ടൻറ്റ് എന്താണ്? സൾഫ്യൂരിക് ആസിഡാണ്. ഇനി ക്രോമിക് ആസിഡിന് എന്താണ് ലബോറട്ടറി യൂസ്? ലബോറട്ടറിയിൽ ക്രോമിക് ആസിഡ് യൂസ് ചെയ്യുന്നത് ഒരു ക്ലീനിങ് ഏജൻ്റായിട്ടാണ്. അതായത് ഗ്ലാസ് വെയേഴ്സിനെ ക്ലീൻ ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഗ്ലാസ് വെയേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ടെസ്റ്റ് ട്യൂബ്സ് അല്ലെങ്കിൽ ബീക്കർ, അങ്ങനെ പൊട്ടുന്ന ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ലബോറട്ടറിയിലെ ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലെങ്കിൽ ഉപകരണങ്ങൾ ക്ലീൻ ചെയ്യാനാണ് ക്രോമിക് ആസിഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്രോമിക് ആസിഡിലുള്ള ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ബീർ ലാംബർട്ട് ലോ ഈസ് അപ്ലൈഡ് ഇൻ ദ ഇൻസ്ട്രുമെൻറ്റ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതിൻ്റെ വർക്കിംഗ് ആണ് ബീർ ലാംബർട്ട് ലോയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളത്? മൈക്രോസ്കോപ്പ്, കളറിമീറ്റർ, pH മീറ്റർ, ഇൻക്യുബേറ്റർ. അപ്പോൾ ഓപ്ഷൻസ് നോക്കിയാൽ മൈക്രോസ്കോപ്പ്. നമുക്കറിയാം മൈക്രോസ്കോപ്സ് എന്തിനാണ്? നമുക്ക് ഏതെങ്കിലും ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഏതെങ്കിലും മൈക്രോബ്സിനെയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കാനാണ് മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുന്നത്. ഇനി pH മീറ്റർ എന്ന് പറയുമ്പോൾ pH അനലൈസ് ചെയ്യാനാണ്, എത്രയാണ് pH എന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാനാണ് pH മീറ്റർ. ഇൻക്യുബേറ്റർ നമുക്കറിയാം ലബോറട്ടറിയിലൊക്കെ എന്തിനാണ്? കൾച്ചറൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ യൂറിൻ അല്ലെങ്കിൽ ബ്ലഡിലൊക്കെയുള്ള പാത്തോജൻസിനെ എടുത്തിട്ട് അതിൻ്റെ കൾച്ചറിന് വേണ്ടിയിട്ടാണ് ഇൻക്യുബേറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലൊന്നും ബീർ ലാംബർട്ട് ലോ അപ്ലൈ ചെയ്യുന്നില്ല. ഇത് കളറിമീറ്ററിലാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ കളറിമീറ്റർ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? കളറിമീറ്റർ നമ്മൾ ഓരോന്നിൻ്റെ കോൺസെൻട്രേഷൻ അറിയാൻ വേണ്ടിയിട്ടാണ്. ഒരു സൊല്യൂഷനിൽ ഏതെങ്കിലും നമുക്കറിയാം ബയോ കെമിസ്ട്രിയിലൊക്കെ ആണ് കളറിമീറ്റർ യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഹീമോഗ്ലോബിൻ എസ്റ്റിമേഷൻ. അപ്പോൾ ഹീമോഗ്ലോബിൻ എസ്റ്റിമേഷൻ നടത്തുന്നത് നമ്മുടെ ബ്ലഡ് എടുത്തിട്ട് കളറിമീറ്റർ യൂസ് ചെയ്താണ് ഹീമോഗ്ലോബിൻ എസ്റ്റിമേഷൻ നടത്തുന്നത്. ഹീമോഗ്ലോബിൻ എസ്റ്റിമേഷൻ്റെ ഒരു മെത്തേഡാണ് കളറിമീറ്റർ. അതായത് നമ്മുടെ ബ്ലഡിൽ എന്തുമാത്രം ഹീമോഗ്ലോബിൻ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അത് നമ്മൾ ഈ ബീർ ലാംബർട്ട് ലോയെ അതിൻ്റെ ബേസിസിലാണ് ഇത് കണ്ടുപിടിക്കുന്നത്. ബീർ ലാംബർട്ട് ലോ എന്ന് പറഞ്ഞാൽ അബ്സോർബൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ആൻഡ് പാത്ത് ലെങ്ത്. കോൺസെൻട്രേഷൻ ആൻഡ് പാത്ത് ലെങ്ത്. അപ്പോൾ അതായത് നമ്മുടെ ബ്ലഡിൽ എത്ര ഹീമോഗ്ലോബിൻ ഉണ്ടെന്ന് നമ്മൾ നോക്കുന്നു. അപ്പോൾ അതിൻ്റെ ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷനും അബ്സോർബൻസും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആ കളർ ചേഞ്ച് അനുസരിച്ച് കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നത്.
അതായത് ബീർ ലാംബർട്ട് ലോ കളറിമീറ്ററിലാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലബോറട്ടറി ഇൻക്യുബേറ്റർ ഈസ് യൂഷ്വലി സെറ്റ് വിത്ത് എ ടെമ്പറേച്ചർ ഓഫ്. ലബോറട്ടറി ഇൻക്യുബേറ്റർ സാധാരണ നമ്മൾ ഏത് ടെമ്പറേച്ചറിലാണ് സെറ്റ് ചെയ്യുന്നത്? 8 ഡിഗ്രി സെൽഷ്യസ്, 56 ഡിഗ്രി സെൽഷ്യസ്, 100 ഡിഗ്രി സെൽഷ്യസ്, 37 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഇതിൽ എന്തിനാണ് നമ്മൾ ലബോറട്ടറി ഇൻക്യുബേറ്റർ യൂസ് ചെയ്യുന്നത്? ഇത് കൂടുതലായിട്ടും ഏതെങ്കിലും ഒരു മൈക്രോ ഓർഗാനിസത്തിനെ കൾച്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലബോറട്ടറിയിൽ ഇൻക്യുബേറ്റർ യൂസ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു ഇൻഫെക്ഷൻ ഉണ്ടായാൽ, ഒന്നെങ്കിൽ നമ്മുടെ ബ്ലഡിൽ നിന്നോ അല്ലെങ്കിൽ യൂറിനോ ഒക്കെ ഈ ഇൻഫെക്ഷൻ ഉണ്ടായ ആ ഇൻഫെക്ഷ്യസ് ഏജൻറ്റിനെ കൾച്ചർ ചെയ്യണം. എന്നിട്ടാണ് നമുക്ക് ഏത് ഇൻഫെക്ഷനാണ്, അല്ലെങ്കിൽ ഈ ബാക്ടീരിയ അല്ലെങ്കിൽ ആ മൈക്രോ ഓർഗാനിസം ഏത് മരുന്നിനാണ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഏത് മരുന്നാണ് യൂസ് ചെയ്താലാണ് ഇതിനെ കൊല്ലാൻ പറ്റുന്നത്, ഇതൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ ഈ മൈക്രോ ഓർഗാനിസത്തിനെ കൾച്ചർ ചെയ്യണം. അതിനാണ് ഇൻക്യുബേറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇൻക്യുബേറ്റർ എന്തായിരിക്കണം? നമ്മുടെ ഹ്യൂമൻ ബോഡിയുമായിട്ട് സിമിലർ ആയിട്ടുള്ള കണ്ടീഷൻസിലായിരിക്കണം ഇരിക്കുന്നത്. അതായത് നമ്മുടെ ബോഡിയിൽ വളരുന്ന ഓർഗാനിസമാണ്. അപ്പോൾ അതിനെ ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് വളർത്തണമെങ്കിൽ ഹ്യൂമൻ ബോഡിയിലുള്ള അതേ കണ്ടീഷൻ തന്നെ അവിടെയും പ്രൊവൈഡ് ചെയ്യണം. അതായത് ഹ്യൂമൻ ബോഡിയുടെ ടെമ്പറേച്ചർ എങ്ങനെയാണോ ആ ടെമ്പറേച്ചർ തന്നെ ഇൻക്യുബേറ്ററിലും മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എത്രയാണ്? ഏകദേശം 37 ആണ്, 37.5 ആണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി 37 ഡിഗ്രി സെൽഷ്യസ് ആണ് കറക്റ്റ് ആൻസർ. കാരണം നമ്മുടെ ഹ്യൂമൻ ബോഡിയെ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ അതിൻ്റെ അതേ കണ്ടീഷനാണ് ഇൻക്യുബേറ്ററിലും കൊടുക്കേണ്ടത്. എന്നാലാണ് നമ്മുടെ ബോഡിയിൽ വളരുന്ന ആ മൈക്രോബ്സ് ഇൻക്യുബേറ്ററിലും വളരുന്നത്. 37 ഡിഗ്രി സെൽഷ്യസ് ആണ് കറക്റ്റ് ആൻസർ. ഫോർത്ത് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ടു കീപ് കെമിക്കൽസ് ഫ്രീ ഫ്രം വാട്ടർ? അതായത് താഴെ കൊടുത്തിരിക്കുന്ന ഏത് മെത്തേഡാണ് കെമിക്കൽസിനെ വാട്ടറിൽ നിന്നും ഫ്രീ ആയിട്ട് സൂക്ഷിക്കുന്നത്? അതായത് കെമിക്കൽസ് മോയ്സ്ചർ അടിക്കാതെ സൂക്ഷിക്കാൻ നമുക്ക് ഏത് മെത്തേഡാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്? ഹോട്ട് എയർ ഓവൻ, ഡെസിക്കേറ്റേഴ്സ്, ഇൻക്യുബേറ്റർ, സീഡ്സ് ഫിൽറ്റർ. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞു ഇൻക്യുബേറ്റർ എന്ത് തന്നെയാണ്? ഓർഗാനിസത്തിനെ കൾച്ചർ ചെയ്യാനാണ്. അതുകൊണ്ട് തന്നെ ഇത് കെമിക്കൽസിനെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഏരിയ അല്ല. ഹോട്ട് എയർ ഓവൻ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റെറിലൈസിങ് ടൈപ്പ് ഓഫ് സ്റ്റെറിലൈസേഷനാണ് ഹോട്ട് എയർ ഓവൻ എന്ന് പറയുന്നത്. അതായത് ഡ്രൈ ഹീറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്നു. ഡ്രൈ ഹീറ്റ് യൂസ് ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്യുന്നതിനെയാണ് അതിനാണ് ഹോട്ട് എയർ ഓവൻ യൂസ് ചെയ്യുന്നത്. ഇനി സീഡ്സ് ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഫിൽട്രേഷൻ മെത്തേഡാണ്. അതായത് ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ലിക്വിഡ്സ് അല്ലെങ്കിൽ വാക്സിൻസ് അങ്ങനെയൊക്കെയുള്ളത്. അതായത് നമുക്ക് അതിനെ ഹീറ്റ് ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ നഷ്ടപ്പെട്ടു പോകും. അങ്ങനെയുള്ള ലിക്വിഡ്സ്, വാക്സിൻസ് ഇതിനെയൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ നമ്മൾ സീഡ്സ് ഫിൽറ്ററാണ് യൂസ് ചെയ്യുന്നത്. ഈ ഫിൽറ്ററിനകത്തൂടെ കടത്തിവിടുമ്പോൾ മൈക്രോ ഓർഗാനിസംസ് ഒക്കെ അതിൽ തങ്ങി നിൽക്കുന്നു. അങ്ങനെ നമുക്ക് മൈക്രോ ഓർഗാനിസംസ് ഒന്നും ഇല്ലാത്ത സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ലിക്വിഡ് അല്ലെങ്കിൽ വാക്സിനൊക്കെ കിട്ടും. അതിനാണ് സീഡ്സ് ഫിൽറ്റർ യൂസ് ചെയ്യുന്നത്. ഡെസിക്കേറ്ററാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. കാരണം ഡെസിക്കേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു എയർ ടൈറ്റ് ചേമ്പറാണ്. ഇതിനകത്ത് നമ്മൾ നമ്മുടെ കെമിക്കൽസിനെ വെച്ച് കഴിഞ്ഞാൽ അവരെ നമുക്ക് മോയ്സ്ചർ ഫ്രീ ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റും. അതായത് അതിന് വെള്ളമയം അടിക്കാതെ അതിനെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അതിനുള്ള എയർ ടൈറ്റ് ചേമ്പേഴ്സിനെയാണ് ഡെസിക്കേറ്റർ എന്ന് പറയുന്നത്. ഈ ഡെസിക്കേറ്ററിൽ നമുക്ക് കെമിക്കൽസിനെ മോയ്സ്ചർ ഫ്രീ ആയിട്ട് വെക്കാൻ കഴിയുന്നത് ഇതിനകത്ത് എന്തുണ്ട്? ഇതിനകത്ത് സിലിക്ക പോലുള്ള മെറ്റീരിയൽസ് ഉണ്ട്. ഈ മെറ്റീരിയൽസ് എന്താണ്? മോയ്സ്ചർ കണ്ടാമിനേഷനെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ഡെസിക്കേറ്റേഴ്സ്. സോ ഓപ്ഷൻ ബി ഡെസിക്കേറ്റേഴ്സ് ആണ് കറക്റ്റ് ആൻസർ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ബ്ലീച്ചിങ് പൗഡർ ഈസ് പ്രിപ്പയർഡ് ഫ്രം. ബ്ലീച്ചിങ് പൗഡർ എന്തിൽ നിന്നാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ബെൻസാൾഡിഹൈഡ്, ഗ്ലൂട്ടറാൾഡിഹൈഡ്, ഹൈപ്പോക്ലോറൈറ്റ്, സോഡിയം ക്ലോറൈഡ്. ഇതിലേതിൽ നിന്നാണ് ബ്ലീച്ചിങ് പൗഡർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അപ്പോൾ ബ്ലീച്ചിങ് പൗഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽസ്യം ഹൈപ്പോക്ലോറൈറ്റ് ആണ്.
കാൽസ്യം ഹൈപ്പോക്ലോറൈറ്റിനെയാണ് നമ്മൾ കോമൺ നെയിമായ ബ്ലീച്ചിങ് പൗഡർ എന്ന് വിളിക്കുന്നത്. സോ ഇതിനെ ഹൈപ്പോക്ലോറൈറ്റിൽ നിന്നാണ് പ്രിപ്പയർ ചെയ്യുന്നത്. പേരിൽ തന്നെ ഉണ്ട് ഹൈപ്പോക്ലോറൈറ്റ്. ഇത് നമ്മൾ വാട്ടറിൻ്റെ ഡിസിൻഫെക്ഷന് വേണ്ടിയിട്ടൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. 6th ക്വസ്റ്റ്യൻ. സൊല്യൂഷൻ ഇൻ വിച്ച് നോ മോർ സോൾട്ട് ഈസ് ഏബിൾ ടു ഡിസോൾവ് ഈസ്. ഒരു സൊല്യൂഷൻ, ആ സൊല്യൂഷനിൽ ഇനി നമുക്ക് സോൾട്ട് ആഡ് ചെയ്യാൻ പറ്റില്ല. സോൾട്ട് ആഡ് ചെയ്താലും അത് ഡിസോൾവ് ചെയ്യില്ല. ആ ഒരു സൊല്യൂഷൻ്റെ പറയുന്ന പേരെന്താണ്? സാച്ചുറേറ്റ് സൊല്യൂഷൻ, പേഴ്സൻറ്റ് സൊല്യൂഷൻ, മോളാർ സൊല്യൂഷൻ, സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ. ഒരു സൊല്യൂഷൻ, ഈ സൊല്യൂഷനിലേക്ക് നമ്മൾ സോൾട്ട് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ എന്താണ്? ഈ സൊല്യൂട്ട് അല്ലെങ്കിൽ സോൾട്ട് സൊല്യൂഷനിലേക്ക് ഡിസോൾവ് ചെയ്ത് പോകും. അതായത് നമുക്ക് ആ സോൾട്ടിനെയും ആ സോൾവെൻറ്റിനെയും തമ്മിൽ തിരിച്ചറിയാൻ പറ്റില്ല. അവർ രണ്ടുപേരും കൂടെ ഡിസോൾവ് ചെയ്ത് ഒന്നായിട്ട് മാറും. പക്ഷേ നമ്മളിങ്ങനെ സോൾട്ട് ആഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പോയിൻ്റ് കഴിഞ്ഞ് പിന്നീട് ആ സോൾട്ട് ഇതിലേക്ക് ഡിസോൾവ് ആകത്തില്ല. അതായത് ഒരു പോയിൻ്റ് വരെ ആ സോൾവെൻറ്റിന് ഒരു കപ്പാസിറ്റി ഉണ്ട് സൊല്യൂട്ടിനെ ഡിസോൾവ് ചെയ്യാനുള്ള. ആ കപ്പാസിറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആഡ് ചെയ്യുന്ന സൊല്യൂട്ട് ഒന്നും തന്നെ അല്ലെങ്കിൽ സോൾട്ട് ഒന്നും തന്നെ അതിലേക്ക് ലയിച്ച് ചേരില്ല, ഡിസോൾവ് ആകത്തില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സൊല്യൂഷനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? അതിനെ നമ്മൾ സാച്ചുറേറ്റ് സൊല്യൂഷൻ എന്ന് വിളിക്കും. സാച്ചുറേറ്റഡ് എന്ന് വെച്ചാൽ അത് ഫുള്ള് സോൾട്ട് കൊണ്ട് കംപ്ലീറ്റ് സാച്ചുറേറ്റ് ആയി. ഇനി ഒരു സോൾട്ടിനെയും അതിനെ ലയിപ്പിക്കാൻ കഴിയില്ല. അങ്ങനെ ഇരിക്കുന്നൊരു സൊല്യൂഷനെയാണ് സാച്ചുറേറ്റ് സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഇനി പേഴ്സൻറ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സൊല്യൂഷനിൽ എന്തുമാത്രം സൊല്യൂട്ട് ഉണ്ട് അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് പേഴ്സൻറ്റ് സൊല്യൂഷൻ യൂസ് ചെയ്യുന്നത്. അതായത് എക്സാമ്പിൾ പറഞ്ഞാൽ 5% ഗ്ലൂക്കോസ് എന്ന് വെച്ചാൽ ഗ്ലൂക്കോസ് സൊല്യൂഷൻ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഈ സൊല്യൂഷനിൽ 5% ഗ്ലൂക്കോസ് ഉണ്ടെന്ന്. അങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് പേഴ്സൻറ്റ് സൊല്യൂഷൻ യൂസ് ചെയ്യുന്നത്. ഇനി മോളാർ സൊല്യൂഷൻ. മോളാർ സൊല്യൂഷൻ എന്ന് വെച്ചാൽ എന്താണ്? എത്ര ലിറ്റർ, അതായത് നമ്മുടെ കയ്യിലിരിക്കുന്ന സോൾവെൻറ്റിൽ എത്ര മോള് സൊല്യൂട്ടുണ്ട്. ഒരു സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് സൊല്യൂട്ടും ഉണ്ടായിരിക്കും സോൾവെൻറ്റും ഉണ്ടായിരിക്കും. ഈ സോൾട്ട് അല്ലെങ്കിൽ അതിൽ ലയിച്ച് ചേരുന്നതിനെയാണ് സൊല്യൂട്ട് എന്ന് പറയുന്നത്. ലയിപ്പിക്കുന്ന ആ ഒരു ഇതിനെയാണ് സോൾവെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സോൾവെൻറ്റിൽ സൊല്യൂട്ടിൻ്റെ എത്ര മോള് സൊല്യൂട്ടാണ് ഒരു സോൾവെൻറ്റിലുള്ളത് അതിനെയാണ് മോളാർ സൊല്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആ സൊല്യൂഷന് ആക്യുറേറ്റ് ആയിട്ട് എന്തൊക്കെയാണ് അതിൻ്റെ കണ്ടൻറ്റ്, ആക്യുറേറ്റ് ആയിട്ട് എത്ര സൊല്യൂട്ടാണുള്ളത്, സോൾവെൻ്റ് എത്ര ആണ്, ഇതൊക്കെ നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് അതിൻ്റെ മെഷർമെൻറ്റ് അറിയാം. അങ്ങനെയുള്ളൊരു സൊല്യൂഷനെയാണ് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ സാച്ചുറേറ്റ് സൊല്യൂഷനാണ്. 7th ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇൻഫ്ലേമബിൾ കെമിക്കൽ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ഇൻഫ്ലേമബിൾ കെമിക്കൽ? അതായത് കത്തുന്ന കെമിക്കൽ ഏതാണ്? സൈലീൻ, ക്ലോറോഫോം, ആൽക്കഹോൾ, ഓൾ ദ ത്രീ. ഈ ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഓപ്ഷനിൽ ചെറിയ തെറ്റുണ്ട്. സൈലീൻ എന്ന് പറഞ്ഞാൽ ഇൻഫ്ലേമബിൾ ആണ്, അതായത് കത്തുന്നതാണ്. ക്ലോറോഫോം കത്തത്തില്ല, നോൺ ഇൻഫ്ലേമബിൾ ആണ്. ആൽക്കഹോള് കത്തുന്നതാണ്. സോ സൈലീനും ആൽക്കഹോളും ഇൻഫ്ലേമബിൾ ആണ്, പക്ഷേ ക്ലോറോഫോം ഇൻഫ്ലേമബിൾ അല്ല. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ പക്ഷേ ഡി കൊടുത്തിരിക്കുന്ന ഓൾ 3 എന്നാണ്. അപ്പം 3 ഇൻഫ്ലേമബിൾ അല്ല. അതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ ഡിയും അല്ല ഓപ്ഷൻ ബിയും അല്ല, പക്ഷേ ഓപ്ഷൻ എയും സിയും കറക്റ്റാണ്. അങ്ങനെ 2 ആൻസർ വന്നതുകൊണ്ടാണ് PSC ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തത്. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു ചോദ്യം ഇനി ചോദിച്ചുകൂടായികയില്ല. അതുകൊണ്ട് നമുക്ക് ലാബിൽ യൂസ് ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള ഫ്ലെയിമബിൾ ആയിട്ടുള്ള കെമിക്കൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അത് എഥനോള്, കാരണം ഇതൊരു ആൽക്കഹോളാണ്. അപ്പോൾ എഥനോള്, അതുപോലെ മെത്തനോള്, മെത്തനോൾ, പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന സൈലീൻ, അസറ്റോൺ, ഈതർ. എഥനോൾ, മെഥനോൾ, സൈലീൻ, അസറ്റോൺ, ഈതർ. ഇത്രയാണ് നമ്മൾ ലാബിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതിൽ ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള കെമിക്കൽസ്. ഇതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
റിവേഴ്സ് ഓസ്മോസിസ് ഈസ് യൂസ്ഡ് ടു പ്രിപ്പയർ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് പ്രിപ്പയർ ചെയ്യാനാണ് റിവേഴ്സ് ഓസ്മോസിസ് യൂസ് ചെയ്യുന്നത്? റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. അതുപയോഗിച്ച് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ഡീ അയണൈസ്ഡ് വാട്ടർ. അതായത് റിവേഴ്സ് ഓസ്മോസിസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ വാട്ടറിൽ ഡിസോൾവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള സോൾട്സിനെയും അയോൺസിനെയും അതുപോലെ മൈക്രോ ഓർഗാനിസത്തിനെയും എല്ലാം റിമൂവ് ചെയ്യപ്പെടും. നമ്മൾ കുറച്ച് വാട്ടർ എടുത്തു, എന്നിട്ട് അതിനെ റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുന്ന പ്രോസസ്സിന് വിധേയമാക്കി കഴിഞ്ഞാൽ എന്താണ്, ആ വാട്ടറിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള എല്ലാ അയോൺസും എല്ലാ ഇമ്പ്യൂരിറ്റീസും മൈക്രോ ഓർഗാനിസങ്ങളും സോൾട്സും എല്ലാം തന്നെ റിമൂവ് ആകും. എന്നിട്ട് നമുക്കൊരു വാട്ടർ കിട്ടും. അതിനെയാണ് ഡീ അയണൈസ്ഡ് വാട്ടർ എന്ന് പറയുന്നത്. പേരിൽ തന്നെയുണ്ട് ഡീ അയണൈസ്ഡ്, അതായത് അയോൺസ് ഇല്ലാത്തത്. അപ്പോൾ ഡീ അയണൈസ്ഡ് വാട്ടർ റിവേഴ്സ് ഓസ്മോസിസിലൂടെയാണ് കിട്ടുന്നത്. ഇനി ഡിസ്റ്റിൽഡ് വാട്ടർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഡിസ്റ്റിൽഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ആദ്യം തന്നെ വെള്ളത്തിനെ തിളപ്പിക്കും അല്ലെങ്കിൽ ബോയിൽ ചെയ്യും. എന്നിട്ട് കണ്ടൻസ് ചെയ്ത് അതിനെ ആ സ്റ്റീമിനെ കണ്ടൻസ് ചെയ്യും, നീരാവിയെ കണ്ടൻസ് ചെയ്യും. അപ്പം നമുക്ക് വെള്ളം കിട്ടുമല്ലോ. ആ വെള്ളത്തിനെയാണ് ഡിസ്റ്റിൽഡ് വാട്ടർ എന്ന് പറയുന്നത്. ഇനി ഡിസിൻഫെക്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സർഫസൊക്കെ നോൺ ലിവിങ് ആയിട്ടുള്ള സർഫസ് ക്ലീൻ ചെയ്യാനായിട്ടാണ് ഡിസിൻഫെക്റ്റൻ്റ് യൂസ് ചെയ്യുന്നത്. ഡിസിൻഫെക്റ്റൻ്റ് റിവേഴ്സ് ഓസ്മോസിസിലൂടെ അല്ല പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഡീഅയണൈസ്ഡ് വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യാനാണ് റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എക്സാമ്പിൾ ഫോർ എ കെമിക്കൽ ദാറ്റ് ഈസ് കെപ്റ്റ് അണ്ടർ വാട്ടർ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് വെള്ളത്തിനകത്ത് സൂക്ഷിച്ചു വയ്ക്കുന്ന കെമിക്കൽ? സോഡിയം പിക്രിക് ആസിഡ്, കാൽഷ്യം കാർബണേറ്റ്, സോഡിയം ഹൈപ്പോക്ലോറൈറ്റ്. അപ്പോൾ സോഡിയം എന്ന് പറഞ്ഞാൽ എവിടെയാണ്? നമ്മൾ ഒരിക്കലും വാട്ടറിൽ സോഡിയം സൂക്ഷിച്ചു വയ്ക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സോഡിയം വാട്ടറും കൂടെ ഒരു റിയാക്ഷൻ നടന്നാൽ അത് വളരെ വയലൻ്റ് ആയിട്ടുള്ളൊരു റിയാക്ഷൻ ആയിരിക്കും. സോഡിയം വാട്ടറും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്താൽ എന്താ സംഭവിക്കുക? അവിടെ ഒരുപാട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും, അതായത് ഒരുപാട് ചൂട് ഉണ്ടാവും. വളരെ വയലൻ്റ് ആയിട്ടുള്ളൊരു റിയാക്ഷനാണ്. അതുകൊണ്ട് തന്നെ സോഡിയത്തെ നമുക്ക് വെള്ളത്തിനകത്ത് സൂക്ഷിച്ചു വെക്കാൻ പറ്റത്തില്ല. ഇനി പിക്രിക് ആസിഡ് ആണെങ്കിലോ? പിക്രിക് ആസിഡിനെ നമ്മൾ വാട്ടറിലാണ് സൂക്ഷിച്ചു വെക്കുന്നത്. കാരണം എന്താണ്? ഈ പിക്രിക് ആസിഡ് ഡ്രൈ ആയിക്കഴിഞ്ഞാൽ, ഡ്രൈ സ്റ്റേറ്റിലിരിക്കുമ്പോൾ പിക്രിക് ആസിഡ് എക്സ്പ്ലോസീവാണ്, അതായത് ഇത് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പിക്രിക് ആസിഡിനെ ഡ്രൈ ആവാതെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനെ നമ്മൾ വാട്ടറിലാണ് സൂക്ഷിച്ചു വെക്കുന്നത്. ഇനി കാൽസ്യം കാർബണേറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ സാധാരണ രീതിയിൽ അങ്ങ് സൂക്ഷിച്ചാൽ മതി, വെള്ളത്തിൻ്റെ അടിയിലൊന്നും കൊണ്ടുവെക്കേണ്ട ആവശ്യമില്ല. സോഡിയം ഹൈപ്പോക്ലോറൈറ്റിനെ നമ്മൾ എങ്ങനെയാണ് വളരെ ഒപ്പേക്കായിട്ടുള്ള, അതുപോലെ നല്ല രീതി ടൈറ്റായിട്ട് ക്ലോസ് ചെയ്താണ് സൂക്ഷിക്കുന്നത്. കാരണം സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് എപ്പോഴും നമ്മൾ സൺലൈറ്റിൽ നിന്നും അതുപോലെ ഹീറ്റിൽ നിന്നുമൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്ത് വേണം വയ്ക്കാൻ, അല്ലെങ്കിൽ അവിടെ റിയാക്ഷൻസ് സംഭവിക്കും. അപ്പോൾ വാട്ടറിൻ്റെ അടിയിൽ സൂക്ഷിച്ചു വെക്കുന്നത് പിക്രിക് ആസിഡാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹോസ്പിറ്റൽ വേസ്റ്റസ് ലൈക്ക് യൂസ്ഡ് സിറിഞ്ച്, നീഡിൽ എക്സെട്ര ആർ സ്റ്റോർഡ് ഇൻ വിച്ച് കളർ ബിൻ? നമ്മൾ ഹോസ്പിറ്റൽസിൽ യൂസ് ചെയ്ത് കഴിഞ്ഞ സിറിഞ്ച് അതുപോലെ നീഡിൽ ഇതൊക്കെ ഏത് കളർ ബിന്നിലാണ് യൂസിന് ശേഷം ഡിസ്പോസ് ചെയ്യേണ്ടത്? ഓപ്ഷൻസ് റെഡ്, യെല്ലോ, വൈറ്റ്, ബ്ലൂ. ഈ ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്തതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ ഓപ്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറയാം. റെഡ് കവറിൽ അല്ലെങ്കിൽ റെഡ് ബാഗിൽ നമ്മൾ എന്താണ് സാധാരണ ഇടുന്നത്? റീസൈക്ലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. റീസൈക്ലബിൾ ആയിട്ടുള്ള വേസ്റ്റ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് വേസ്റ്റ്, റീസൈക്ലബിൾ പ്ലാസ്റ്റിക്കാണ് റെഡിൽ ഡിസ്പോസ് ചെയ്യുന്നത്. ഇനി യെല്ലോയിൽ നമ്മൾ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഇൻസിനറേഷന് കൊണ്ടുപോകുന്ന വസ്തുക്കളാണ് യെല്ലോയിലിടുന്നത്. അതായത് അല്ലെങ്കിൽ ഡീപ്പ് ബറിയലിനുള്ളതും ഇടാൻ പറ്റും. അതായത് ഇപ്പോൾ പഞ്ഞി അങ്ങനെയൊക്കെയുള്ള പേഷ്യൻറ്റിൻ്റെ ശരീരസ്രവങ്ങൾ പറ്റിയ
പ്ലാസ്റ്റിക് അല്ലാത്ത സാധനങ്ങൾ അല്ലെങ്കിൽ ബോഡി പാർട്സ്, ആംബ്യൂട്ടേഷനൊക്കെ ചെയ്യുമല്ലോ, കയ്യോ കാലോ ഒക്കെ മുറിച്ച് കളയുക, അല്ലെങ്കിൽ പേഷ്യൻ്റെ ഏതെങ്കിലും ഒരു ബോഡി പാർട്ട് ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മൾ സാധാരണ ഇൻസിനറേഷൻ, അതായത് ഇൻസിനറേറ്ററി കൊണ്ടുപോയി കത്തിച്ച് ചാരമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വളരെ ആഴത്തിൽ കുഴിച്ചിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വസ്തുക്കളാണ് യെല്ലോയിൽ നിക്ഷേപിക്കുന്നത്. ഇനി വൈറ്റിൽ എന്താണ്? വൈറ്റ് കളറിൽ നമ്മൾ ഷാർപ്സ് ആണ് നിക്ഷേപിക്കുന്നത്. അതായത് ഈ നീഡിലൊക്കെ പോലെയുള്ളത് നമ്മുടെ കയ്യിലേക്ക് പങ്ക്ചർ ചെയ്യാൻ സാധ്യതയുള്ള സാധനങ്ങളാണ് വൈറ്റിൽ. അപ്പോൾ ഈ വൈറ്റ് എപ്പോഴും പങ്ക്ചർ പ്രൂഫ് ആയിട്ടുള്ള ഒരു ബാഗായിരിക്കും വൈറ്റ്. അതിലാണ് യൂസ്ഡ് ഷാർപ്സ് നമ്മൾ നിക്ഷേപിക്കേണ്ടത്. ഇനി ബ്ലൂവിൽ എന്താണ്? ബ്ലൂവിൽ മെറ്റൽസ് ആണ്, അല്ലെങ്കിൽ മെറ്റാലിക് ഇംപ്ലാന്റ്സ് ആണ് ബ്ലൂവിലിടുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യനിൽ യൂസ്ഡ് സിറിഞ്ച് ആൻഡ് നീഡിൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സിറിഞ്ച് എന്ന് പറഞ്ഞാൽ റീസൈക്ലബിൾ പ്ലാസ്റ്റിക് ആണ്. അതുകൊണ്ട് തന്നെ സിറിഞ്ച് നമ്മൾ റെഡിനകത്താണ് ഇടേണ്ടത്. ഇനി നീഡിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഷാർപ്പാണ്. ഇത് വൈറ്റിനകത്താണ് ഡിസ്പോസ് ചെയ്യേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യൻ തന്നെ അവർ ഫ്രെയിം ചെയ്തത് തെറ്റായിട്ടാണ്. 2 ആൻസർ വരുന്നുണ്ട്. അതുകൊണ്ടാണ് PSC ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തത്. ആൻസർ സിറിഞ്ച് റെഡിലും നീഡിൽ വൈറ്റിലുമാണ് ഇടേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ABO ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ. ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് സിസ്റ്റം ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഇതാരാണ്? കോൾ ലാൻസ്റ്റൈനർ ആണ് ABO ബ്ലഡ് ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ബ്ലഡ് ഗ്രൂപ്പിംഗ് സിസ്റ്റം. ഇനി ഈ പുള്ളിക്കാരൻ തന്നെയാണ്, കോൾ ലാൻസ്റ്റൈനർ തന്നെയാണ് RH സിസ്റ്റവും കൊണ്ടുവന്നത്, RH സിസ്റ്റം. ഇനി ആദ്യം തന്നെ നമുക്ക് ലൂയി പാസ്റ്റർ ആരാന്ന് നോക്കാം. ലൂയി പാസ്റ്റർ ആരാ? ഫാദർ ഓഫ് മോഡേൺ മൈക്രോബയോളജി ആണ്. ഫാദർ ഓഫ് മോഡേൺ മൈക്രോബയോളജി ആണ് ലൂയി പാസ്റ്റർ. ആൻ്റണി വോൺ ലിവോൺ ഹൂക്ക്, ഇദ്ദേഹമാണ് ഫാദർ ഓഫ് മൈക്രോബയോളജി. ഫാദർ ഓഫ് മൈക്രോബയോളജി ആൻ്റണി വോൺ ലിവോൺ ഹൂക്കാണ്. ലൂയി പാസ്റ്റർ ഫാദർ ഓഫ് മോഡേൺ മൈക്രോബയോളജി ആണ്. ഇനി ഇവിടെ റോബർട്ട് ഫ്രോസ്റ്റ് എന്ന് പറഞ്ഞൊരു പേര് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു അമേരിക്കൻ പോയറ്റാണ്. ഓപ്ഷൻ D ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ACD സൊല്യൂഷൻ എറിത്രോസൈറ്റ്സ് ഗെറ്റ് എനർജി ഫ്രം. ACD സൊല്യൂഷനിൽ എറിത്രോസൈറ്റ്സ് അല്ലെങ്കിൽ RBCകൾക്ക് എവിടെ നിന്നാണ് എനർജി കിട്ടുന്നത്? ഓപ്ഷൻ ഗ്ലൂക്കോസ്, സിട്രിക് ആസിഡ്, സിട്രേറ്റ്, ഹീമോഗ്ലോബിൻ. അപ്പോൾ എന്താണ് ACD സൊല്യൂഷൻ? ACD സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആസിഡ് സിട്രേറ്റ് ഡെക്സ്ട്രോസ് സൊല്യൂഷൻ. ആസിഡ് സിട്രേറ്റ് ഡെക്സ്ട്രോസ് സൊല്യൂഷൻ ആണ് ACD സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് RBCക്ക് എനർജി കിട്ടുന്നത് ഈ പറഞ്ഞ ഡെക്സ്ട്രോസിൽ നിന്നാണ്. ഡെക്സ്ട്രോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്ലൂക്കോസ് തന്നെയാണ്. ഡെക്സ്ട്രോസ് എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് തന്നെയാണ്. ഇതിൽ നിന്നാണ് RBCs എനർജി എടുക്കുന്നത്. ഇനി ഇതിനകത്തുള്ള സിട്രിക് ആസിഡ് എന്തിനാണ് യൂസ് ചെയ്തത്? സിട്രിക് ആസിഡ് ആണ് pH മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സിട്രിക് ആസിഡ് എന്തിനാണ്? pH മെയിൻ്റനൻസിനാണ് സിട്രിക് ആസിഡ് യൂസ് ചെയ്യുന്നത്. ഇനി സിട്രേറ്റ് ഉണ്ട് ഇതിൽ. സിട്രേറ്റ് ആൻറ്റി കൊയാഗുലൻ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സിട്രേറ്റ് ആൻറ്റി കൊയാഗുലൻ്റ് ആണ്, അതായത് ബ്ലഡ് ക്ലോട്ട് ചെയ്യാതെ നോക്കുന്നു. എങ്ങനെയാണ് ഇത് ബ്ലഡ് ക്ലോട്ടിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യുന്നത്? കാരണം ഈ സിട്രേറ്റ് എന്നിട്ട് കാൽസ്യം അയോൺസുമായിട്ട് ബൈൻഡ് ചെയ്യും. നമുക്കറിയാം ബ്ലഡ് കൊയാഗുലേറ്റ് ചെയ്യണമെങ്കിൽ കാൽസ്യം അയോൺസ് അത്യാവശ്യമാണ്. അപ്പോൾ ACD സൊല്യൂഷനിലെ സിട്രേറ്റ് കാൽസ്യമായിട്ട് ബൈൻഡ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ കൊയാഗുലേഷന് വേണ്ടിയിട്ടുള്ള കാൽസ്യം അയോൺസ് അവൈലബിൾ അല്ല. സോ ഇത് കൊയാഗുലേറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ കട്ടി പിടിക്കുന്നില്ല. ഇനി ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഹീമോഗ്ലോബിൻ നമ്മുടെ ബോഡിയിൽ എന്തിനു വേണ്ടിയിട്ടാണുള്ളത്? ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ടിനാണ് ഹീമോഗ്ലോബിൻ. സോ ഓപ്ഷൻ A ഗ്ലൂക്കോസ് ആണ് കറക്റ്റ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻവെസ്റ്റിഗേറ്റഡ് ഡ്യൂറിങ് ഡോണർ സെലക്ഷൻ ഇൻ ബ്ലഡ് ബാങ്ക്. ബ്ലഡ് ബാങ്കിൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡോണർ സെലക്ഷന് വേണ്ടിയിട്ടുള്ള കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. അതിൽ ഉൾപ്പെടാത്തത് ഏതാണ്? HB, വെയ്റ്റ് ഓഫ് ഡോണർ, റിലേഷൻഷിപ്പ് വിത്ത് പേഷ്യൻറ്റ്, പൾസ്. അപ്പോൾ ഇതെന്താ? ഇത് കുറച്ച് സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. കാണുമ്പോൾ തന്നെ ആൻസർ മനസ്സിലാവും.
ഓപ്ഷൻ സി ആണ് റിലേഷൻ വിത്ത് പേഷ്യൻ്റ്. ഡോണറിന് പേഷ്യൻറ്റുമായിട്ടുള്ള റിലേഷൻ എന്താണെന്നുള്ളത് അവിടെ ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അത് അറിയേണ്ട ആവശ്യമില്ല നമുക്ക്. അപ്പോൾ എച്ച് ബിയുടെ കാര്യം എന്താണ്? എച്ച് ബി നമ്മൾ കറക്റ്റായിട്ട് അനലൈസ് ചെയ്യണം. കാരണം അനീമിയ ഉള്ളൊരു പേഷ്യൻ്റാന്ന് വെച്ചു, അനീമിയ എന്ന് വെച്ചാൽ എച്ച് ബി കുറവുള്ള കണ്ടീഷനെയാണ് അനീമിയ എന്ന് പറയുന്നത്. നോർമലിൽ എച്ച് ബിയുടെ അളവ് നോർമലിൽ താഴെയാണെങ്കിൽ ആ പേഷ്യൻ്റ് അനീമിക്കാണെന്ന് പറയാം. അപ്പോൾ അനീമിയ ഉള്ള ഒരാളിൽ നിന്ന് വീണ്ടും ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ ഈ ഡോണറിൻ്റെ ഹെൽത്ത് തന്നെ റിസ്കിലാവും. അതുകൊണ്ട് അനീമിയ ഉണ്ടോ അല്ലെങ്കിൽ എച്ച് ബി കണ്ടൻറ്റ് കറക്റ്റായിട്ട് നോർമലായിട്ടുള്ള ഒരാളാണോ എന്ന് നോക്കിയിരിക്കണം. അപ്പോൾ മിനിമം ഒരു 12.5 എങ്കിലും എന്താണ് എച്ച് ബി വേണം. 12.5 ഗ്രാം പെർ ഡെസിലിറ്റർ എങ്കിലും എച്ച് ബി ഉണ്ടായിരിക്കണം ഡോണറിന്. അതുപോലെ ഡോണറിൻ്റെ വെയ്റ്റും നമ്മൾ കൺസിഡർ ചെയ്യണം. ഏകദേശം ഒരു 45 to 50 എങ്കിലും മിനിമം വെയിറ്റ് ഉള്ളവരിൽ നിന്ന് മാത്രമേ ബ്ലഡ് എടുക്കുകയുള്ളൂ. മിനിമമാണ് 45 to 50 എങ്കിലും മിനിമം വേണം. അടുത്തത് പൾസ്. നമ്മൾ ആദ്യം തന്നെ ഡോണറിനെ എക്സാമിൻ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ അനലൈസ് ചെയ്യും, അതിലുള്ളതാണ്. അങ്ങനെ ആ ഫിസിക്കൽ എക്സാമിനേഷൻ്റെ ഒരു പാർട്ടാണ് പൾസ് ചെക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ പൾസ് ചെക്ക് ചെയ്യുന്നത് വഴി തന്നെ നമുക്കറിയാൻ പറ്റും, ചെറിയൊരു ഐഡിയ കിട്ടും ഡോണറിൻ്റെ ഹാർട്ടിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ. അപ്പോൾ ആദ്യം തന്നെ പൾസ് ചെക്ക് ചെയ്യുക, എന്നിട്ട് കുഴപ്പമില്ലെങ്കിൽ മാത്രം അടുത്ത ടെസ്റ്റുകളിലേക്ക് പോവുക. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാക്യൂറ്റൈനർ വിത്ത് റെഡ് ടോപ്പ് കണ്ടെയ്നിങ്. റെഡ് ടോപ്പുള്ള വാക്യൂറ്റൈനറിൽ എന്താണുള്ളത്? അതായത് നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്തിട്ട് ഓരോ ബോട്ടിൽസിലേക്ക് ഒഴിക്കത്തില്ലേ, അതിനെയാണ് വാക്യൂറ്റൈനർ എന്ന് പറയുന്നത്. അപ്പോൾ വാക്യൂറ്റൈനറിൻ്റെ ടോപ്പ്, അതായത് അതിൻ്റെ ആ ക്യാപ്പിന് പല കളറായിരിക്കും ഉള്ളത്. ഈ കളർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതിനകത്ത് ഏത് ആൻറ്റിക്കൊയാഗുലൻ്റ് ആണ് ഉള്ളതെന്നാണ്. ഓരോ ആൻറ്റിക്കൊയാഗുലൻറ്റിനും അനുസരിച്ച് ഈ വാക്യൂറ്റൈനറിൻ്റെ ടോപ്പിൻ്റെ കളറ് മാറി മാറി വരും. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് റെഡ് ടോപ്പുള്ള വാക്യൂറ്റൈനറിൽ ഏത് ആൻറ്റിക്കൊയാഗുലൻ്റ് ആണ് ഉള്ളതെന്നാണ്. അപ്പോൾ റെഡ് ടോപ്പ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം അതിനകത്ത് ആൻറ്റിക്കൊയാഗുലൻ്റ് ഇല്ലെന്നാണ്. ആൻറ്റിക്കൊയാഗുലൻ്റ് ഇല്ലാത്ത വാക്യൂറ്റൈനറിൻ്റെ ടോപ്പാണ് റെഡ് കളറിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെന്തിനാണ്? ഇത് നമുക്ക് സിറം ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ബ്ലഡ് ക്ലോട്ട് ചെയ്ത് കഴിയുമ്പോൾ സിറം മാത്രം അതിൻ്റെ മുകളിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കും. അപ്പോൾ ആ സിറം എടുത്തിട്ട് അതിൽ ടെസ്റ്റ് ചെയ്യേണ്ട സാഹചര്യങ്ങളിലാണ് ആൻറ്റിക്കൊയാഗുലൻസ് ഇല്ലാത്ത വാക്യൂറ്റൈനറിൽ ബ്ലഡ് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി ബാക്കിയുള്ളതിനൊക്കെ ഏത് കളറാണെന്ന് നോക്കാം. ഹെപ്പാരിന് ഗ്രീൻ കളറുള്ള ടോപ്പാണ്, ഹെപ്പാരിൻ ഗ്രീനാണ്. അതുപോലെ EDTA പർപ്പിൾ ഓർ ലാവൻഡർ കളറാണ്, EDTA. അടുത്തത് സോഡിയം സിട്രേറ്റിനൊക്കെ എന്താണ്? ലൈറ്റ് ബ്ലൂ കളറാണ്. ഇനി ഇത് കൂടാതെ ചിലതുണ്ട്, അതാണ് സോഡിയം ഫ്ലൂറൈഡിനെ നമുക്ക് ഗ്രേ കളറിലാണ് കാണാൻ പറ്റുന്നത്. ഗ്രേ കളറുള്ള ടോപ്പിനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹെപ്പാരിനാണെങ്കിൽ ഗ്രീൻ, ആൻറ്റിക്കൊയാഗുലൻസ് ഇല്ലെങ്കിൽ റെഡ്, സോഡിയം ഫ്ലൂറൈഡ് ഗ്രേ, EDTA പർപ്പിൾ ഓർ ലാവൻഡർ, സോഡിയം സിട്രേറ്റ് ലൈറ്റ് ബ്ലൂ. വിച്ച് ആൻറ്റിക്കൊയാഗുലൻ്റ് ഇൻഹിബിറ്റ് ത്രോംബിൻ? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് ആൻറ്റിക്കൊയാഗുലൻ്റാണ് ത്രോംബിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത്? നമുക്കറിയാം ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് 13 ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്. ഇതിനകത്താണ് ത്രോംബിനും വരുന്നത്. അതായത് ത്രോംബിൻ ഫാക്ടർ 2 ആണ്. ക്ലോട്ടിംഗ് ഫാക്ടറിനകത്ത് ഫാക്ടർ 2 ആണ് ത്രോംബിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് ആൻറ്റിക്കൊയാഗുലൻ്റ് ആണ്? ഡബിൾ ഓക്സലേറ്റ്, EDTA, സിട്രേറ്റ്, ഹെപ്പാരിൻ. ഇതിനകത്ത് ഹെപ്പാരിനാണ് ത്രോംബിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത്. ഹെപ്പാരിൻ എന്താ ചെയ്യുന്നത്? ത്രോംബിനെ മാത്രമല്ല ഫാക്ടർ 10നെയും ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. ഫാക്ടർ 10A ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. ഫാക്ടർ 2A ആൻഡ് ഫാക്ടർ 10A രണ്ടിനെയും ഹെപ്പാരിൻ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഡബിൾ ഓക്സലേറ്റ് എന്താ ചെയ്യുന്നത്? ഡബിൾ ഓക്സലേറ്റ് നമ്മുടെ കാൽസ്യവുമായിട്ട് ബൈൻഡ് ചെയ്യും, എന്നിട്ടാണ് കൊയാഗുലേഷൻ പ്രിവെൻറ്റ് ചെയ്യുന്നത്.
EDTA അങ്ങനെ തന്നെ കാൽഷ്യമായിട്ട് ചീലേഷൻ നടത്തും. ചീലേഷൻ റിയാക്ഷൻ, കാൽസ്യമായിട്ട് ചീലേഷൻ റിയാക്ഷൻ നടത്തും. അപ്പോൾ ക്ലോട്ടിങ്ങിന് കാൽസ്യം അവൈലബിൾ അല്ലാതെ വരും. അങ്ങനെ ക്ലോട്ടിങ് നടക്കുന്നില്ല. സിട്രേറ്റും കാൽസ്യവുമായിട്ടാണ് ബൈൻഡ് ചെയ്യുന്നത്. ഇനി ഡബിൾ ഓക്സലേറ്റിൻ്റെ ഒരു കാര്യം, ഇതിനെ ഡബിൾ ഓക്സലേറ്റ് എന്ന് വിളിക്കാൻ കാരണം ഇത് ഒരു കോമ്പിനേഷനാണ്. ഇതിൽ 2 ടൈപ്പ് ഓക്സലേറ്റ് ഉണ്ട്. അതായത് പൊട്ടാസ്യം ഓക്സലേറ്റും അമോണിയം ഓക്സലേറ്റും ചേർന്നിട്ടുള്ള ഒരു മിക്സ്ചറാണ് ഡബിൾ ഓക്സലേറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ 2 ഓക്സലേറ്റ് ഉള്ളതുകൊണ്ടാണ് ഇതിനെ ഡബിൾ ഓക്സലേറ്റ് എന്ന് വിളിക്കുന്നത്. Which type of cells present in a healthy adult has 3 lakhs cubic mm of blood? നമ്മുടെ ബ്ലഡിൽ പല ടൈപ്പ് സെൽസ് ഉണ്ട്, RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ് ഒക്കെ. അപ്പോൾ ഏതിൻ്റെ കൗണ്ടാണ് നമ്മൾ നോക്കുമ്പോൾ 3 lakhs per mm³ എന്ന് കാണിക്കുന്നത്? RBC, പ്ലേറ്റ്ലെറ്റ്, ന്യൂട്രോഫില്, എഗ്രാനുലോസൈറ്റ്സ്. RBCൻ്റെ നോർമൽ റേഞ്ച് എത്രയാണ്? മെയിൽസിനകത്താണെങ്കിൽ 4.5 to 6 വരെയാണ്. 4.5 to 6. ഫീമെയിൽസിലാണെങ്കിലോ 4 to 5.5. ഇതിൻ്റെ യൂണിറ്റ് എന്താണെന്ന് വെച്ചാൽ മില്യൺ പെർ mm³ ആണ്. മില്യൺ പെർ mm³, അതായത് 1 mm³ എത്ര മില്യൺ ഉണ്ടെന്നാണ് പറയുന്നത്. മെയിൽസിൽ 4.5 to 6, ഫീമെയിൽസിൽ 4 to 5.5. അടുത്തത് പ്ലേറ്റ്ലെറ്റ്സ്. പ്ലേറ്റ്ലെറ്റ്സ് ആണ് 3 lakhs എന്ന് പറയുന്ന ഒരു ഇതിൽ കാണപ്പെടുന്നത്. പ്ലേറ്റ്ലെറ്റ്സിൻ്റെ നോർമൽ റേഞ്ച് 1.5 to 4.5 lakhs ആണ് പെർ mm³. അപ്പോൾ ആൻസർ ബി ആണ്, പ്ലേറ്റ്ലെറ്റ്സ്. അടുത്തത് ന്യൂട്രോഫിൽസ്. ന്യൂട്രോഫിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ടൈപ്പ് WBC ആണ് ന്യൂട്രോഫിൽസ്. അപ്പോൾ WBCയുടെ ടോട്ടൽ കൗണ്ട്, നോർമൽ കൗണ്ട് എന്ന് പറഞ്ഞാൽ 4000 to 11,000 ആണ്. അപ്പോൾ ഈ 4000 to 11,000 ഉള്ള കൗണ്ടുള്ള WBCയിൽ ഒരു 50 to 70% ന്യൂട്രോഫിൽസ് ആയിരിക്കും. 50 to 70%. അപ്പോൾ ഇതും എന്താണ്? അതിൻ്റെ കൗണ്ട് തൗസൻഡ്സിലാണ് വരുന്നത്, ലാക്സിലല്ല. ഇനി എഗ്രാനുലോസൈറ്റ്സ്. എഗ്രാനുലോസൈറ്റ്സ് എന്ന് പറഞ്ഞാലും WBCയിൽ കാണപ്പെടുന്ന ഒരു ടൈപ്പാണ്. അതായത് ഇതിൽ ലിംഫോസൈറ്റ്സും മോണോസൈറ്റ്സുമാണ് വരുന്നത്. ലിംഫോസൈറ്റ്സ് ആൻഡ് മോണോസൈറ്റ്സ്. ഇവരെ എഗ്രാനുലോസൈറ്റ്സ് എന്ന് വിളിക്കാൻ കാരണം ഇവരുടെ സൈറ്റോപ്ലാസത്തിൽ ഗ്രാന്യൂൾസ് ഇല്ല. ഗ്രാന്യൂൾസ് ഇല്ലാത്തത് കൊണ്ടാണ് എഗ്രാനുലോസൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. ബാക്കിയുള്ള ന്യൂട്രോഫില്, ബേസോഫില് ഇതൊക്കെ എന്താണ്? ഗ്രാനുലോസൈറ്റ്സ് ആണ്. പക്ഷേ ലിംഫോസൈറ്റും മോണോസൈറ്റും എഗ്രാനുലോസൈറ്റ് ആണ്. അപ്പോൾ ഇവരുടെ റേഞ്ചും തൗസൻഡ്സിലോ ഒക്കെയാണ് വരിക. കാരണം 4000 to 11,000 ആണ് ടോട്ടൽ WBC കൗണ്ട്. സോ ഓപ്ഷൻ ബി, പ്ലേറ്റ്ലെറ്റ്. ലീഷ്മാൻ സ്റ്റെയിൻ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ. ലീഷ്മാൻ സ്റ്റെയിൻ എന്തിൻ്റെ എക്സാമ്പിളാണ്? റോമനോസ്കി സ്റ്റെയിൻ, ആസിഡിക് സ്റ്റെയിൻ, ബേസിക് സ്റ്റെയിൻ, സുപ്രാവൈറ്റൽ സ്റ്റെയിൻ. ഇതിൻ്റെ ആൻസർ റോമനോസ്കി സ്റ്റെയിൻ എന്നാണ്. റോമനോസ്കി സ്റ്റെയിൻ്റെ എക്സാമ്പിളാണ് ലീഷ്മാൻ സ്റ്റെയിൻ. അതുപോലെ മറ്റു കുറച്ച് സ്റ്റെയിൻസും ഉണ്ട്. അതിലൊന്നാണ് റൈറ്റ് സ്റ്റെയിൻ. അതുപോലെ ജീംസ സ്റ്റെയിൻ. ഇനി ആസിഡിക് സ്റ്റെയിൻസിന് എക്സാമ്പിൾസ് ആണ് ഇയോസിൻ, ആസിഡ് ഫ്യൂഷൻ. ഇയോസിനും ആസിഡ് ഫ്യൂഷനുമാണ് ആസിഡിക് സ്റ്റെയിൻസിന് എക്സാമ്പിൾ. ബേസിക് സ്റ്റെയിനാണ് മെഥിലീൻ ബ്ലൂ, ക്രിസ്റ്റൽ വയലറ്റ്. പിന്നെ എന്താണ്? ബേസിക് ഫ്യൂഷൻ. സുപ്രാവൈറ്റൽ സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ ലിവിങ് സെൽസിനെ സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് സുപ്രാവൈറ്റൽ സ്റ്റെയിൻസ്. ഇതിന് എക്സാമ്പിളാണ് ന്യൂ മെഥിലീൻ ബ്ലൂ. അതുപോലെ തന്നെ ബ്രില്യൻറ്റ് ക്രസൈൽ ബ്ലൂ. അപ്പോൾ ലീഷ്മാൻ സ്റ്റെയിൻ, റോമനോസ്കി സ്റ്റെയിൻ എക്സാമ്പിളാണ്. അതിൻ്റെ മറ്റ് എക്സാമ്പിൾസ് ആണ് റൈറ്റ് സ്റ്റെയിൻ ആൻഡ് ജീംസ സ്റ്റെയിൻ. ബേസിക് സ്റ്റെയിൻ എക്സാമ്പിളാണ് മെഥിലീൻ ബ്ലൂ, ക്രിസ്റ്റൽ വയലറ്റ്, ബേസിക് ഫ്യൂഷൻ. ആസിഡിക് സ്റ്റെയിനാണ് ഇയോസിൻ, ആസിഡ് ഫ്യൂഷൻ. സുപ്രാവൈറ്റൽ സ്റ്റെയിൻ എക്സാമ്പിളാണ് ന്യൂ മെഥിലീൻ ബ്ലൂ, ബ്രില്യൻറ്റ് ക്രസൈൽ ബ്ലൂ.
സൂപ്രാവൈറ്റൽ സ്റ്റെയിൻ ലിവിങ് സെൽസിനെ സ്റ്റെയിൻ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ആർ ബി സീസ് ആർ ലൈസ്ഡ് ബൈ ആസറ്റിക് ആസിഡ് ഇൻ. അതായത് ആർ ബി സിയെ ആസറ്റിക് ആസിഡ് ലൈസ് ചെയ്ത് കളയുന്നത് അല്ലെങ്കിൽ പൊട്ടിച്ച് കളയുന്നത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് ഫ്ലൂയിഡിൽ വെച്ചിട്ടാണ്? പൈലറ്റ്സ് ഫ്ലൂയിഡ്, ഹിംഗിൾമാൻസ് ഫ്ലൂയിഡ്, ടോക്സ് ഫ്ലൂയിഡ്, ഡെയ്സീസ് ഫ്ലൂയിഡ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കിയാൽ ആർ ബി സിയെ ലൈസ് ചെയ്ത് കളയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഡബ്ല്യു ബി സി കൗണ്ടിങ്ങിന് വേണ്ടിയിട്ടാണ്. ഡബ്ല്യു ബി സി കൗണ്ടിങ്ങിലാണ് ആർ ബി സിയെ ലൈസ് ചെയ്ത് കളയേണ്ട ആവശ്യമുള്ളത്. അപ്പോൾ പൈലറ്റ്സ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഡബ്ല്യു ബി സി കൗണ്ടിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫ്ലൂയിഡേ അല്ല. സോ ഓപ്ഷൻ എ ഔട്ടാണ്. ഇനി ആർ ബി സിയെ ആസറ്റിക് ആസിഡാണ് ലൈസ് ചെയ്യുന്നത് ഏതിലാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആസറ്റിക് ആസിഡ് ഉള്ളത് ടോക്സ് ഫ്ലൂയിഡാണ്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഈ ടോക്സ് ഫ്ലൂയിഡിൽ എന്തൊക്കെയാണുള്ളത്? ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡ് ഉണ്ട്. അതാണ് നമ്മുടെ ആർ ബി സിയെ ലൈസ് ചെയ്യുന്നത്. ആർ ബി സിയെ ലൈസ് ചെയ്യുന്നത് ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡാണ് ടോക്സ് ഫ്ലൂയിഡിൽ. ഇനി അതുകൂടാതെ ഇതിനകത്ത് എന്തുണ്ട്? ജെൻഷ്യൻ വയലറ്റ് ഉണ്ട്. ജെൻഷ്യൻ വയലറ്റ് ഇതൊരു സ്റ്റെയിനാണ്. എന്തിനു വേണ്ടിയിട്ടാണ് സ്റ്റെയിൻ? ഈ സ്റ്റെയിനാണ് ഡബ്ല്യു ബി സിയുടെ ന്യൂക്ലിയസിനെ സ്റ്റെയിൻ ചെയ്യുന്നത്. എങ്കിലേ നമുക്കതിനെ കറക്റ്റായിട്ട് കൗണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ഇതുകൂടാതെ ഇതിനകത്ത് ഡിസ്റ്റിൽഡ് വാട്ടർ ഉണ്ട്. ഡിസ്റ്റിൽഡ് വാട്ടർ എന്തിനായിരിക്കും? ഒരു ഡൈല്യൂൻ്റ് ആയിട്ട്. അപ്പോൾ ടോക്സ് ഫ്ലൂയിഡ് ടോട്ടൽ ഡബ്ല്യു ബി സി കൗണ്ട് അറിയാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ കോമ്പോസിഷൻ ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡും ജെൻഷ്യൻ വയലറ്റും ഡിസ്റ്റിൽഡ് വാട്ടറുമാണ്. ഡിസ്റ്റിൽഡ് വാട്ടർ ഡൈല്യൂൻ്റ് ആണ്. ജെൻഷ്യൻ വയലറ്റാണ് ഡബ്ല്യു ബി സിയുടെ ന്യൂക്ലിയസിനെ സ്റ്റെയിൻ ചെയ്യുന്നത്. ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡാണ് ആർ ബി സിസിനെ ലൈസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ സെൻട്രിഫ്യൂഗ്ഡ് ബ്ലഡ് സാമ്പിൾ ഡബ്ല്യു ബി സി അപ്പിയർ. ഒരു സെൻട്രിഫ്യൂഗ് ചെയ്ത ബ്ലഡ് സാമ്പിളിൽ ഡബ്ല്യു ബി സി എവിടെയാണ് കാണപ്പെടുന്നത്? ആസ് എ ടോപ്പ് ലെയർ, ആസ് എ ബോട്ടം ലെയർ, ബിറ്റ്വീൻ ആർ ബി സി ആൻഡ് പ്ലേറ്റ്ലെറ്റ്, ബിലോ ദ പ്ലാസ്മ ആൻഡ് എബോവ് ദ പ്ലേറ്റ്ലെറ്റ്സ്. അപ്പം നമുക്കറിയാം ഒരു ഒരു ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ ബ്ലഡ് എടുത്തിട്ട് അതിനെ സെൻട്രിഫ്യൂജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ പല പോർഷൻസ് ആയിട്ട് കാണാൻ പറ്റും. ഏറ്റവും ടോപ്പിൽ നമുക്ക് കാണപ്പെടുന്നത് എന്താണ്? പ്ലാസ്മയാണ്. ഏറ്റവും ടോപ്പിൽ പ്ലാസ്മയെ കാണാൻ പറ്റും. ഏറ്റവും ടോപ്പിൽ. അത് കഴിഞ്ഞ് അതിൻ്റെ താഴെ ഒരു കോട്ട് കാണാൻ പറ്റും. അതിനെയാണ് നമ്മൾ ബഫി കോട്ട് എന്ന് വിളിക്കുന്നത്. പ്ലാസ്മയുടെ താഴെ കാണുന്ന കോട്ടാണ് ബഫി കോട്ട്. ഈ ബഫി കോട്ട് എങ്ങനെയാണ് ഫോം ചെയ്തേക്കുന്നത്? ഡബ്ല്യു ബി സിയും പ്ലേറ്റ്ലെറ്റ്സും ആണ് ഇവിടെ ഉള്ളത്. ബ്ലഡിലെ ഡബ്ല്യു ബി സിയും പ്ലേറ്റ്ലെറ്റ്സും കൂടിയാണ് ബഫി കോട്ടായിട്ട് ഫോം ചെയ്യുന്നത്. ഇനി ഏറ്റവും താഴെ ആരാണ്? ആർ ബി സി ആണ് ഇരിക്കുന്നത്. ആർ ബി സി എല്ലാം കൂടെ ഇവിടെ ആയിരിക്കും റോലേ ഫോർമേഷൻ, എന്നിട്ട് താഴെ വന്ന് അടിഞ്ഞിരിക്കും. അപ്പോൾ ഏറ്റവും താഴെ ബോട്ടമായിട്ട് കാണുന്ന ബോട്ടം ലെയർ ആർ ബി സി, അതിന് മുകളിൽ ബഫി കോട്ട്, അതായത് ഡബ്ല്യു ബി സിയും പ്ലേറ്റ്ലെറ്റും, ഏറ്റവും മുകളിൽ പ്ലാസ്മ കാണപ്പെടും. അപ്പോൾ നമ്മളോട് ഡബ്ല്യു ബി സി എവിടെയാണുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഡബ്ല്യു ബി സിയും പ്ലേറ്റ്ലെറ്റും എടുക്കുകയാണെങ്കിൽ ഡബ്ല്യു ബി സി ആണ് കൂടുതൽ ഹെവിയർ. അതായത് പ്ലേറ്റ്ലെറ്റ്സ് വളരെ ചെറുതാണ്, അല്ലെങ്കിൽ അവർ വളരെ ലൈറ്ററാണ്. അതുകൊണ്ട് ഈ പ്ലാസ്മയുടെ തൊട്ട് താഴെ ബഫി ലെയറിൽ കാണപ്പെടുന്നത് പ്ലേറ്റ്ലെറ്റ്സ് ആയിരിക്കും. അതിൻ്റെ താഴെ ആയിരിക്കും ഡബ്ല്യു ബി സി കാണപ്പെടുന്നത്. അതായത് നമുക്ക് എവിടെയാണെന്ന് പറയാം? ഡബ്ല്യു ബി സി പ്ലേറ്റ്ലെറ്റിൻ്റെയും ആർ ബി സിയുടെയും ഇടയിലായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ സെൻട്രിഫ്യൂജ് ചെയ്ത ബ്ലഡിൽ ഡബ്ല്യു ബി സി ആർ ബി സിയുടെയും പ്ലേറ്റ്ലെറ്റിൻ്റെയും ഇടയിലാണ് കാണപ്പെടുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, റെറ്റിക്കുലോസൈറ്റ്സ് ആർ. റെറ്റിക്കുലോസൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? റെറ്റിക്കുലോസൈറ്റ് എന്ന് പറഞ്ഞാൽ ഇമ്മച്വർ ആർ ബി സി ആണ്. ആർ ബി സി മെച്യൂർ ആവുന്നതിന് തൊട്ട് മുമ്പുള്ള സ്റ്റേജാണ് റെറ്റിക്കുലോസൈറ്റ് എന്ന് പറയുന്നത്. ഇനി ഇമ്മച്വർ ഡബ്ല്യു ബി സി അത് എന്തായാലും ഇതാവില്ല, കാരണം 2 ലീനിയേജിലുള്ള ആൾക്കാരാണ് ഇവർ. റെറ്റിക്കുലോസൈറ്റ് ആർ ബി സിയുടെ ആളാണ്. അപ്പോൾ എന്തായാലും ഈ ഓപ്ഷൻ വരില്ല. പിന്നെ ആൻറ്റിബോഡി പ്രൊഡ്യൂസിങ് സെൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാസ്മ സെൽസ്. ഈ പ്ലാസ്മ സെൽസ് ബി ലിംഫോസൈറ്റിൽ നിന്നാണ് ഡിറൈവ് ചെയ്യുന്നത്. സോ അതുമല്ല ഓപ്ഷൻ. പിന്നെ സെൽസ് ഹെൽപ്പ് ഇൻ ബ്ലഡ് ക്ലോട്ടിങ്. ബ്ലഡ് ക്ലോട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന സെൽസ് എന്ന് പറഞ്ഞാൽ ആരാണ്? പ്ലേറ്റ്ലെറ്റ്സ്. അപ്പോൾ പ്ലേറ്റ്ലെറ്റ്സും ഈ റെറ്റിക്കുലോസൈറ്റിൻ്റെ ലീനേജിൽ വരുന്ന ആൾക്കാരല്ല. സോ ഇമ്മച്വർ ആർ ബി സി ആണ് റെറ്റിക്കുലോസൈറ്റ്.
ഇവർ നമ്മുടെ സർക്കുലേഷനിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ 1-2 ദിവസം കൊണ്ട് തന്നെ അവർ മെച്യൂർ RBC ആയിട്ട് മാറും. ലെങ്ത് ഓഫ് വെസ്റ്റർഗ്രൻസ് പിപ്പറ്റീസ്. വെസ്റ്റർഗ്രൻസ് പിപ്പറ്റിൻ്റെ ലെങ്ത് എത്രയാണെന്ന്. ഇത് 300 മില്ലിമീറ്റർ ആണ് വെസ്റ്റർഗ്രൻ പിപ്പറ്റിൻ്റെ ലെങ്ത്. 22ാമത്തെ ക്വസ്റ്റ്യൻ. ഫോർ CBC ബ്ലഡ് ഈസ് കളക്റ്റഡ് വിത്ത് ആൻറ്റികോയാഗുലൻറ്റ്. CBC അല്ലെങ്കിൽ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ചെക്ക് ചെയ്യാൻ നമ്മൾ ഏത് ആൻറ്റികോയാഗുലൻ്റ് ഉള്ള ബോട്ടിലാണ് ബ്ലഡ് കളക്ട് ചെയ്യേണ്ടത് എന്നാണ് ക്വസ്റ്റ്യൻ. നോ ആൻറ്റികോയാഗുലൻ്റ് ഈസ് യൂസ്ഡ്. സോഡിയം സിട്രേറ്റ്, EDTA, ഡബിൾ ഓക്സലേറ്റ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? EDTA ആണ്. EDTA ഉള്ള ബോട്ടിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബ്ലഡ് മിക്സ് ചെയ്യുന്നത് CBC കളക്ട് ചെയ്യാൻ. EDTA എന്ന് പറഞ്ഞാൽ എന്താണ്? എഥിലീൻ ഡൈയമീൻ ടെട്രാ അസറ്റിക് ആസിഡ്. ഇത് നമ്മൾ CBC ചെക്ക് ചെയ്യാനാണ് EDTA ഉള്ള ബോട്ടിലേക്ക് ബ്ലഡ് മിക്സ് ചെയ്യുന്നത്. ഇനി സോഡിയം സിട്രേറ്റ് നമ്മൾ കൂടുതലായിട്ടും എന്താണ്? കൊയാഗുലേഷൻ ടെസ്റ്റിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. കൊയാഗുലേഷൻ ടെസ്റ്റ് നടത്താനാണ് സോഡിയം സിട്രേറ്റ് യൂസ് ചെയ്യുന്നത്. കൊയാഗുലേഷൻ സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോത്രോംബിൻ ടൈം അല്ലെങ്കിൽ ആക്ടിവേറ്റഡ് പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിൻ ടൈം, ഇതിനൊക്കെയാണ് സോഡിയം സിട്രേറ്റ് യൂസ് ചെയ്യുന്നത്. പിന്നെ ആൻറ്റികോയാഗുലൻസ് ഇല്ലാത്തത് എന്തിനു വേണ്ടിയിട്ടാണ്? സിറം കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് സിറം യൂസ് ചെയ്തുള്ള ടെസ്റ്റുകൾക്കാണ് അത് യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. കോൾട്ടർ കൗണ്ടർ ഈസ് യൂസ്ഡ് ഫോർ. കോൾട്ടർ കൗണ്ടർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ESR ഡിറ്റർമിനേഷൻ, പ്രോത്രോംബിൻ ടൈം, CBC, ബ്ലഡ് സ്മിയർ പ്രിപ്പറേഷൻ. അപ്പോൾ എന്താണ് കോൾട്ടർ കൗണ്ടർ എന്ന് അറിഞ്ഞിരിക്കണം. കോൾട്ടർ കൗണ്ടർ എന്ന് പറഞ്ഞാൽ ഓട്ടോമേറ്റഡ് ഹെമറ്റോളജി അനലൈസർ ആണ്. ഓട്ടോമേറ്റഡ് ഹെമറ്റോളജി അനലൈസർ. അതുകൊണ്ട് തന്നെ ഇത് എന്തിനായിരിക്കും യൂസ് ചെയ്യുന്നത്? CBC കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ടിങ്ങിനാണ് യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എ കേസ് ഓഫ് ബ്ലഡ് ഗ്ലൂക്കോസ് എസ്റ്റിമേഷൻ, ഡിലേ ഇൻ സെപ്പറേഷൻ ഓഫ് സെറം ഫ്രം ബ്ലഡ് റിസൾട്ട്. അതായത് ബ്ലഡ് ഗ്ലൂക്കോസ് എസ്റ്റിമേഷന് വേണ്ടിയിട്ട് നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്തു, എന്നിട്ട് ഈ ബ്ലഡിൽ നിന്ന് സെറം സെപ്പറേറ്റ് ചെയ്യാനായിട്ട് താമസിച്ചാൽ എന്താണ് സംഭവിക്കുക? ഹൈ ഗ്ലൂക്കോസ് ലെവൽ, ലോ ഗ്ലൂക്കോസ് ലെവൽ, നോ ചേഞ്ച്, നൺ ഓഫ് ദ എബവ്. ഇതിൽ എന്താ നമുക്കറിയാം, ബ്ലഡ് നമ്മളെടുത്തു, അപ്പോൾ ഇതിന്ന് സീറം സെപ്പറേറ്റ് ചെയ്യണം. സീറം സെപ്പറേറ്റ് ചെയ്യേണ്ടതുകൊണ്ട് തന്നെ നമ്മളിതിൽ ആൻറ്റികോയാഗുലൻസ് ആഡ് ചെയ്യുന്നില്ല. ആൻറ്റികോയാഗുലൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്താണ്? ബ്ലഡ് അപ്പോൾ അവിടെ കട്ട പിടിക്കും. അപ്പോൾ ഈ ബ്ലഡ് കട്ട പിടിക്കാനായിട്ട് ഇരിക്കുന്ന സമയത്ത് എന്താണ്? RBCയും WBCയും ഒക്കെ ഇതിലുണ്ട്. അപ്പോൾ ഇത് അതിൻ്റെ മെറ്റബോളിസം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ RBCs ഒക്കെ എന്താണ്? ഇതിനകത്തുള്ള ഗ്ലൂക്കോസ് വീണ്ടും യൂസ് ചെയ്യും. കാരണം നമുക്കറിയാം RBCക്ക് എന്തില്ല? മൈറ്റോകോൺട്രിയ ഇല്ല. RBCകൾക്ക് മൈറ്റോകോൺട്രിയ ഇല്ല. അതുകൊണ്ട് തന്നെ മൈറ്റോകോൺട്രിയാണ് എന്താണ്? പവർ ഹൗസ് നമ്മൾ പഠിച്ചിട്ടില്ലേ? സെല്ലിൻ്റെ പവർ ഹൗസാണ് മൈറ്റോകോൺട്രിയ. അപ്പോൾ ഈ മൈറ്റോകോൺട്രിയ RBCക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിന് അങ്ങനെ അതിൻ്റെ ഉള്ളിൽ തന്നെ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഇതെന്ത് ചെയ്യും? ബ്ലഡിലെ ഗ്ലൂക്കോസ് അതിൻ്റെ മെറ്റബോളിസത്തിന് വേണ്ടി, അതിൻ്റെ എനർജിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ സീറം പെട്ടെന്ന് തന്നെ സെപ്പറേറ്റ് ചെയ്തില്ലെങ്കിൽ ഗ്ലൂക്കോസിൻ്റെ ലെവൽ കുറയും. അപ്പോൾ പിന്നെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗ്ലൂക്കോസ് ലെവൽ കറക്റ്റ് ആയിരിക്കില്ല. നമുക്ക് ഫോൾസ് ആയിട്ടുള്ള റിസൾട്ടായിരിക്കും കിട്ടുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ഡയബറ്റിസ് മെലിറ്റസ് ഫ്രൂട്ടി ഓർഡർ ഓഫ് യൂറിൻ ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ്. ഡയബറ്റിസ് മെലിറ്റസ് അല്ലെങ്കിൽ നമ്മുടെ പ്രമേഹത്തിൽ യൂറിന് ഫ്രൂട്ടി ഓർഡർ, അതായത് നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ പോലുള്ള അങ്ങനത്തെ ഒരു സ്മെല്ല് ചിലപ്പോൾ യൂറിനുണ്ടാവും. ഇതെന്തിൻ്റെ പ്രസൻസ് കാരണമാണ്? ഏത് കെമിക്കലോ അല്ലെങ്കിൽ ഏത് കോമ്പൗണ്ട് ഉള്ളത് കൊണ്ടാണ് ഈ ഫ്രൂട്ടി സ്മെല്ല് വരുന്നത്? ഓർഡർ എന്ന് വെച്ചാൽ സ്മെല്ലെന്നാണ് ഇത് വരുന്നത്. ഗ്ലൂക്കോസ്,
പ്രോട്ടീൻ, പസൽസ്, അസറ്റോൺ. അപ്പോൾ ഡയബറ്റിസ് മെലിറ്റസ്, ഇതിൽ ഈ ഡയബറ്റിസ് മെലിറ്റസ് അൺകൺട്രോൾഡ് ആവുമ്പോൾ, അതായത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റേജിലേക്ക് വരുന്നു. എന്ന് വെച്ചാൽ എന്താണ്, അവിടെ ഇൻസുലിൻ ഇല്ല, അല്ലെങ്കിൽ ഇൻസുലിൻ ആവശ്യത്തിനില്ല, ലാക്ക് ഓഫ് ഇൻസുലിനാണ്. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക, നമ്മുടെ ബോഡി ഇൻസുലിൻ ഇല്ലെങ്കിൽ ഇൻസുലിൻ്റെ ഹെൽപ്പോടെയാണ് ബോഡി ഗ്ലൈക്കോജനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. പക്ഷേ ഇൻസുലിൻ ഇല്ലാത്തപ്പോൾ എന്താ ചെയ്യുക, ബോഡിയുടെ എനർജിക്ക് വേണ്ടിയിട്ട് ഫാറ്റിനെയൊക്കെ ബ്രേക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെ നമ്മുടെ ബോഡി നമ്മുടെ ശരീരത്തിലുള്ള ഫാറ്റിനെ അല്ലെങ്കിൽ കൊഴുപ്പിനെയൊക്കെ അലിയിപ്പിക്കും, അല്ലെങ്കിൽ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും. അപ്പോൾ ഇങ്ങനെ കൊഴുപ്പിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് കീറ്റോൺ ബോഡീസ് പ്രൊഡ്യൂസ് ആവുന്നത്, കീറ്റോൺ ബോഡീസ്. അപ്പോൾ ഈ കീറ്റോൺ ബോഡീസിന് ഫ്രൂട്ടി ഓർഡറാണുള്ളത്. അങ്ങനെയുള്ളൊരു കീറ്റോൺ ബോഡിയാണ് അസറ്റോൺ. ഇനി ഇത് കൂടാതെയുള്ള മറ്റ് ഏതൊക്കെയാണ്, അസറ്റോൺ ഉണ്ട്, അതുപോലെ അസറ്റോ അസറ്റേറ്റ്, പിന്നെ ബീറ്റ ഹൈഡ്രോക്സി ബ്യൂട്ടറേറ്റ്. ഈ 3 എണ്ണമാണ് കീറ്റോൺ ബോഡീസ് എന്ന് പറയുന്നത്. അസറ്റോൺ, അസറ്റോ അസറ്റേറ്റ്, ബീറ്റ ഹൈഡ്രോക്സി ബ്യൂട്ടറേറ്റ്. അപ്പോൾ ഈ അസറ്റോൺ കാരണമാണ് നമ്മുടെ യൂറിന് ഫ്രൂട്ടി ഓർഡർ വരുന്നത്. ഇത് യൂറിന് മാത്രമല്ല, നമ്മുടെ ശ്വാസത്തിനും ഫ്രൂട്ടി ഓർഡർ വരാം. കാരണം എന്താണ്, ഈ അസറ്റോൺ എന്ന് പറയുന്നത് ഒരു വോളറ്റൈൽ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്, അല്ലെങ്കിൽ കോമ്പൗണ്ട് ആണ് അസറ്റോൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ യൂറിന് മാത്രമല്ല, ബ്രത്തിനും ഫ്രൂട്ടി ഓർഡർ വരുന്നുണ്ട്. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നത് 2023 നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ MLT പോർഷൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. 25 ചോദ്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തത്. ഇനി അടുത്ത ക്ലാസ്സിൽ അടുത്ത 25 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ ബയോളജിയുടെ 20 ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 2023 ഈ പരീക്ഷയിലൂടെയാണ് എനിക്ക് ജോലി കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എപ്പോഴും PSC നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഏത് പോർഷനിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ ഭാഗങ്ങൾ കറക്റ്റ് ആൻസർ മാത്രമല്ല, ഓപ്ഷനായിട്ട് കൊടുത്തിരിക്കുന്നതിനെ പറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറെക്കുറെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. സോ എല്ലാവരും മറ്റ് ചാപ്റ്റേഴ്സൊക്കെ ഓരോ ടോപ്പിക്ക് പഠിക്കുന്നതിനോടൊപ്പം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ചെയ്തു പഠിക്കുക. അപ്പോൾ എക്സാം വളരെ അടുത്ത് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡിലേ ഇല്ലാതെ വളരെ വേഗത്തിൽ തന്നെ സെക്കൻഡ് പാർട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ അതുവരെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.